വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. അവർ ഇന്ന് പറയുന്നു, ഇന്ന് ഇതാ പറയുകയാണ്, സമസ്ത ഉണ്ടാക്കിയത് തന്നെ, സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന്, CM മടവൂരെ കാക്കണേയെന്ന്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേയെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ്. ഇസ്ലാമും സമസ്തയും തമ്മിലുള്ള അകൽച്ച എത്ര വലുതാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞ മറ്റാരാണുള്ളത്? എന്നാൽ സമസ്ത പറയും, നോക്കൂ നിങ്ങൾ, ഈ നേർച്ചയുടെ ഭാഗമായി ഇനി ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കുമല്ലോ, ആ പരിപാടികളിൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? റബ്ബിനെ കുറിച്ച് നിങ്ങളോട് അവർ പറഞ്ഞു നൽകുന്നത് എന്താണ്? ഇതാ ഇത്ര കാലമായി നമ്മൾ മസ്ജിദുകളിൽ പോകുന്നു, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മുസ്ലിയാക്കന്മാർ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? ഏതോ കറാമത്ത് കഥകൾ, എവിടെയോ നടന്ന കാര്യങ്ങൾ, ആരാണ് പറഞ്ഞതെന്നറിയാത്ത, ആരാണ് കേട്ടതെന്നറിയാത്ത, ആരാണ് സാക്ഷിയായതെന്നറിയാത്ത അനേകം കള്ളക്കഥകൾക്കപ്പുറം നിന്റെ റബ്ബിനെ കുറിച്ച്, നിന്നെ പടച്ച നിന്റെ സൃഷ്ടാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞില്ലേ, വഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം, അല്ലാഹു ഗഫൂറാണെന്ന് പഠിക്കണം, അല്ലാഹു റഹീമാണെന്ന് പഠിക്കണം. റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്.